കടന്നു വരുന്നു. കഴിഞ്ഞ 4 മാസം കർത്താവ് ഞങ്ങളെ പരിപാലിച്ചല്ലോ. കർത്താവിൻ്റെ കൃപയിൽ ഞങ്ങളെ കാത്തല്ലോ. ഈ പുതിയ മാസത്തിൻ്റെ ആദ്യ ഞായർ പകൽക്കാലം അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ട് വന്നതിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. അങ്ങയുടെ പരിപാലനമാണ് ഞങ്ങൾ അനുഭവിക്കുന്നത്, അങ്ങയുടെ കൃപകളാണ് ഞങ്ങൾ അനുഭവിക്കുന്നത്, അങ്ങയുടെ കരുണയുടെ കലത്തിലാണ് ഞങ്ങളെ വഹിക്കുന്നത്. ഇന്ന് രാവിലെ നന്ദിയോടെ അങ്ങേ സ്തുതിപ്പാൻ കൃപ ചെയ്യണമേ കർത്താവേ. അങ്ങേയുമായി യാതൊരു ബന്ധവുമില്ലാതിരുന്ന ഞങ്ങളെ, പാപത്തിന് അടിമകളായിരുന്ന ഞങ്ങളെ, ഈ ലോകത്തിൻ്റെ അധിപതിയായവനെ അനുസരിച്ച് നടന്ന ഞങ്ങളെ, അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന ഞങ്ങളെ അങ്ങയുടെ പുത്രരിലൂടെ അങ്ങോട്ട് അടുപ്പിച്ച് അങ്ങയുടെ മക്കളും അവകാശികളും പ്രിയരുമാക്കി തീർത്തതിനായി നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ. സ്വർഗത്തിലെ സകല ആത്മിക അനുഗ്രഹത്താലും ക്രിസ്തയേശു ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു കർത്താവേ. ഇന്ന് രാവിലെ അങ്ങയുടെ സന്നിധിയിലേക്ക്, ആ കൃപാസനത്തിലേക്ക് ഞങ്ങൾ ഓടി വരുന്ന കർത്താവേ. ഹല്ലേലൂയ. അങ്ങയുടെ പുത്രൻ്റെ ദേഹം എന്ന തിരുശീല ചീന്തി ഞങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ ഒരു പുതുവഴി തുറന്നതിനായി നന്ദി പറയുന്നു കർത്താവേ. ഞങ്ങൾക്ക് കൃപയാവശ്യമാണ്, കരുണയാവശ്യമാണ്. ആ കൃപാസനത്തിലേക്ക് ഞങ്ങൾ ഓടി വരുന്നു. ഇന്ന് രാവിലെ ഞങ്ങൾ കടന്നു വന്നതിൻ്റെ ഉദ്ദേശം ആമേൻ മറന്നു പോകാതെ കർത്താവേ, അങ്ങയെ സ്തുതിപ്പാൻ, അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ, അങ്ങേക്ക് ആരാധനയായി ഞങ്ങളെ തന്നെ സമർപ്പിപ്പാൻ, അങ്ങ് പരിശുദ്ധനെന്നോർത്ത്, അങ്ങ് ദൈവമെന്നോർത്ത് അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ കൃപ ചെയ്യണമേ എന്ന് ഞങ്ങളങ്ങോട് അപേക്ഷിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന ഞങ്ങളുടെ പ്രിയമക്കൾക്കായി സ്തോത്രം, ഞങ്ങളുടെ ദാസന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. സൂമിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കണമേ. കഴിഞ്ഞ നാളുകളിൽ കർത്താവേ, നാട്ടിൽ ഞങ്ങളുടെ വേലോടുള്ള ബന്ധത്തിലായിരുന്നു ഞങ്ങളുടെ ദാസനെയും ദാസിയെയും മടക്കി വരുത്തതിനായി സ്തോത്രം ചെയ്യുന്നു. ഒരുമിച്ച് ഞങ്ങളുടെ നാമത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തിട്ട് കർത്താവേ, ഇന്ന് രാവിലെ ഹൃദയമായി ഞങ്ങളോട് സംസാരിക്കണമേ. അങ്ങയുടെ വചനത്തിൻ്റെ ശബ്ദം കേട്ട് അങ്ങയുടെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി തീരുവാൻ ഞങ്ങളെ തന്നെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്ന കർത്താവേ, അങ്ങയോടുള്ള സ്നേഹം ഞങ്ങൾ വർദ്ധിക്കട്ടെ, അങ്ങനെയുള്ള പ്രത്യാശ ഞങ്ങൾ വർദ്ധിക്കട്ടെ. കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക് നീങ്ങുമ്പോൾ കർത്താവേ, ഞങ്ങളുടെ പ്രത്യാശ നാടിനോട് അടുത്തു എന്നുള്ള ബോധ്യത്തോടുകൂടെ വിശുദ്ധിയെ തികയ്ക്കുവാൻ ഞങ്ങളുടെ ആത്മാവിന് ശബ്ദത്തിന് കീഴടങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാവിലെ പൂർവാധികമായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സാന്നിധ്യത്താൽ ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കാൻ നന്ദി പറയുന്നു, യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. ഇന്ന് രാവിലെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ ഒരവസരം കൂടെ കർത്താവ് നമുക്ക് തന്നല്ലോ, നന്ദി പറയാം. ഹല്ലേലൂയ. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, പ്രത്യേകിച്ച് ദൈവദാസന്മാർക്കും സൂമിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കും വന്ദനത്തെ അറിയിക്കുന്നു. ഒരു ഞായർ പകൽക്കൂടെ ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യം തന്നല്ലോ. കഴിഞ്ഞ ചില ആഴ്ചകൾ നാട്ടിലായിരുന്ന കർത്താവിൻ്റെ ദാസനും ദാസിയും സമാധാനത്തോടും സന്തോഷത്തോടും മടങ്ങി വരുവാനിടയായി. കഴിഞ്ഞ 2 ആഴ്ചയായി ശാരീരിക അസ്വസ്ഥകളാൽ ഭാരപ്പെട്ട പ്രിയ ഐസകങ്ങളും ആൻറ്റിക്കും ഇന്ന് രാവിലെ കടന്നു വരുവാനിടയായി. ഫ്ലോറിഡയിൽ നിന്ന് പ്രിയ പാപ്പച്ചൻ പാസ്റ്ററുടെ കസിൻ കടന്നു വന്നിട്ടുണ്ട്. എല്ലാവർക്കുമായി കർത്താവിനെ സ്തുതിക്കുന്നു. ഒരുമിച്ച് കർത്താവിൻ്റെ നാമത്തെ നമുക്ക് വാഴ്ത്താം. ഒരു നിമിഷം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് ഇന്ന് കർത്താവിനെ സങ്കീർത്തനത്തിലൂടെ നമുക്ക് സ്തുതിക്കാം. അതിനുശേഷം ചില ഗാനങ്ങൾ പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. 8-ാം സങ്കീർത്തനം ചേർന്ന് വായിച്ച്, ചെറിയ സങ്കീർത്തനമാണല്ലോ, 8-ാം സങ്കീർത്തനം ചേർന്ന് വായിച്ച് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. 8-ാം സങ്കീർത്തനം, സാം നമ്പർ 8 നമുക്ക് വായിക്കാം. ഞങ്ങളുടെ കർത്താവായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. നീ ആകാശത്തിൽ നിന്റെ തേജസ് വെച്ചിരിക്കുന്നു. നിന്റെ വൈരികൾ നിമിത്തം ശത്രുവിനെയും പകയെയും ഇണ്ടാതാക്കുവാൻ തന്നെ നീ ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ ബലം നിയമിച്ചിരിക്കുന്നു. നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ മർത്യനെ നീ ഓർക്കേണ്ടതിനവൻ എന്തുമാത്രം, സന്ദർശിക്കേണ്ടതിനവൻ എന്തുമാത്രം. നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി സകലത്തെയും അവൻ്റെ കാൽ കീഴാക്കിയിരിക്കുന്നു. ആടുകളെയും കാളകളെയും എല്ലാം കാട്ടിലെയും മൃഗങ്ങളെയൊക്കെയും ആകാശത്തിലെ പക്ഷികളെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും സമുദ്രമാർഗങ്ങൾ സഞ്ചരിക്കുന്ന സകലത്തെയും തന്നെ. ഞങ്ങളുടെ കർത്താവായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. ഹല്ലേലൂയ. നമുക്കത് തന്നെ ഏറ്റുപറയാം. ഞങ്ങളുടെ കർത്താവായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. നിന്റെ നാമം എത്രയോ പരിശുദ്ധമായിരിക്കുന്നു. നിന്റെ നാമം എത്രയോ ശ്രേഷ്ഠമായിരിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ ഒരു വാക്യം കർത്താവിൻ്റെ സകല സൃഷ്ടികളെയും താരതമ്യം ചെയ്യുമ്പോൾ, മനുഷ്യനുമായി താരതമ്യം ചെയ്യുമ്പോൾ അവിടെ പറയുന്നത് 3-ാം വാക്യം, നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ മർത്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം. ഹല്ലേലൂയ. ദൈവം നമ്മോട് കാട്ടിയ കരുണ, അവിടുത്തെ വിശ്വസ്തത, അവിടുത്തെ മനസ്സലിവ് ഇന്ന് രാവിലെ നമുക്ക് ഓർക്കാമോ? ഹല്ലേലൂയ.
അങ്ങനെയാണെങ്കിൽ മാത്രമേ അവനെ ഹൃദയംഗമമായി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. എഫേസ്യർ 2-ാം അധ്യായം നമ്മൾ പലപ്പോഴും പറയുന്നതാണ്, അതിക്രമങ്ങളും പാപങ്ങളും മരിച്ചവരായിരുന്നു നമ്മെ, ഈ ലോകത്തിന്റെ അധിപതിയായവനെ അനുസരിച്ച് നടന്ന, ഹല്ലേലൂയ, നമ്മെ പാപത്തിന്റെ ബന്ധനത്തിലായിരുന്ന നമ്മെ, അടിമകളായി ദൈവവുമായി യാതൊരു ബന്ധവുമില്ലാതിരുന്ന നമ്മെ ദൈവത്തിന്റെ മക്കളാക്കി തീർക്കുവാൻ അവൻ നമ്മെ ഓർക്കേണ്ടതിന് നാം എന്ത്. ഹല്ലേലൂയ. പാട്ടുകാരൻ അതുകൊണ്ടാണ് ഇപ്രകാരം പാടുന്നത്, അതുകൊണ്ട് ഞാൻ ദൈവസന്നിധിയിൽ സ്തോത്രം പാടും, ദൈവം എൻ്റെ ജീവൻ ചെയ്ത നന്മകൾക്കായി, ദൈവമേകി തൻ്റെ സൂനുവെ പാപി എനിക്കായി. ഹല്ലേലൂയ ഗീതം പാടും. നമുക്ക് ചേർത്ത് പാടി ഈ പഴഗാനം പാടി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ഞാൻ സ്തോത്രം പാടിയിടും, ദൈവം നൽകിയ നന്മകൾക്കായി, ദൈവമേകി തൻ സൂനുവെ പാപി എനിക്കായി. ഹല്ലേലൂയ ഗീതം പാടും ഞാൻ, പാടി സ്തുതിക്കും ഞാൻ, പാടി സ്തുതിക്കും, സ്തോത്രഗീതം പാടി സ്തുതിക്കും, പാടി സ്തുതിക്കും ഞാൻ, പാടി സ്തുതിക്കും, സ്തോത്രഗീതം പാടി സ്തുതിക്കും. അന്ധകാരമെന്നന്തരംഗത്തെ ബന്ധനം ചെയ്തടിമയാക്കി, അന്ധകാരമെന്നന്തരംഗത്തെ ബന്ധനം ചെയ്തടിമയാക്കി. എന്തുരാമനായി സ്വന്തം പുത്രനായി ബന്ധനങ്ങൾ അഴിച്ചുവല്ലോ, സ്വന്തം പുത്രനായി ബന്ധനങ്ങൾ അഴിച്ചുവല്ലോ. പാടി സ്തുതിക്കും
തന്റെ പുത്രനെ ക്രൂശിൽ അർപ്പിച്ചല്ലോ, പുത്രത്വം നൽകിയല്ലോ. ആ എത്ര സൗഭാഗ്യം! സ്തോത്രഗീതം പാടി സ്തുതിക്കും, സ്തോത്രഗീതം പാടി സ്തുതിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. Praise the Lord, praise the Lord, praise the Lord. Hallelujah, 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 hallelujah. അന്ധകാരമൻ അന്തരംഗത്തെ ബന്ധനം ചെയ്ത് അടിമയാക്കി. ഹല്ലേലൂയ. അന്ധകാരമെന്റെ അന്തരംഗത്തെ ബന്ധനം ചെയ്ത് അടിമയാക്കി. പത്രോസിന്റെ ലേഖനത്തിൽ അതല്ലേ പറയുന്നേ, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുത്തൊരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും. ഹല്ലേലൂയ. കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. അന്ധകാരം എന്റെ അന്തരംഗത്തെ ബന്ധനം ചെയ്ത് അടിമയാക്കി എന്നാൽ തന്റെ സ്വന്തം പുത്രനാൽ എന്റെ ബന്ധനങ്ങളെ അഴിച്ചുവല്ലോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് വീണ്ടും ഒരു ഗാനം കൂടെ പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ഹായ് എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ഹായ് എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ഹായ് എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. സർവ സൃഷ്ടികളും ഒന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. സർവ സൃഷ്ടികളും ഒന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. ഈശോടിതാലത്തിൽ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും പൊന്നുനാഥനെ. ഈശോടിതാലത്തിൽ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും പൊന്നുനാഥനെ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. തന്റെ കരുണ എത്രയോ അതിവിശിഷ്ടം, തൻ സ്നേഹം ആശ്ചര്യമേ. തന്റെ കരുണ എത്രയോ അതിവിശിഷ്ടം, തൻ സ്നേഹം ആശ്ചര്യമേ. എല്ലംഘനങ്ങളും എന്നകൃത്യങ്ങളുമെല്ലാം അകറ്റിയ തന്റെ സ്നേഹത്താൽ. എല്ലംഘനങ്ങളും എന്നകൃത്യങ്ങളുമെല്ലാം അകറ്റിയ തന്റെ സ്നേഹത്താൽ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ഹല്ലേലൂയ. Praise the Lord, ഹല്ലേലൂയ. എന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും ഓരോ ശയ്യയിലെനിക്കു സഹായകനും രക്ഷാകരവുമവൻ. ഓരോ ശയ്യയിലെനിക്കു സഹായകനും രക്ഷാകരവുമവൻ. നല്ല വൈദ്യനും ദിവ്യാംശദാകുമൻ, ആത്മസഖിയുമവൻ തന്നെ. നല്ല വൈദ്യനും ദിവ്യാംശദാകുമൻ, ആത്മസഖിയുമവൻ തന്നെ. യേശു മാറാത്തവൻ, ഹല്ലേലൂയ. അവൻ മാറാത്തവൻ, അവൻ മാറാത്തവൻ, ഹല്ലേലൂയ. എന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ഹല്ലേലൂയ.
അകറ്റിയേ തന്റെ സ്നേഹത്താൽ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രൈസ് യു ലോർഡ്. ഹല്ലേലൂയ. നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ സൃഷ്ടിച്ച സൂര്യനെയും ചന്ദ്രങ്ങളെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ മനുഷ്യനെ ഓർക്കേണ്ടതിന് അവൻ എന്ത്, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്ത് മാത്രം. അങ്ങയുടെ കരുണ, തന്റെ കരുണ അതെത്രയോ വലിയതാണ്. അവൻ എൻ്റെ ലംഘനങ്ങളെ, ഹല്ലേലൂയ, ആകാശഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ നമ്മുടെ ലംഘനങ്ങളെ അവനോട് അകറ്റിയിരിക്കുന്നു. ഉദയമസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ, അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ അവൻ നമ്മോട് കരുണ തോന്നുന്നു. ഹല്ലേലൂയ. നാം പൊടി എന്ന് അവൻ ഓർക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കരുണയ്ക്കായി സ്തോത്രം, ഞങ്ങളുടെ മനസ്സലിവിനായി സ്തോത്രം. We praise you, Lord. We praise you. We praise you. We praise you. We praise you. ആരാധനയായി നമ്മെ തന്നെ ദൈവത്തിൽ സമർപ്പിക്കാം. അവനത് പ്രസാദമാകട്ടെ, നമ്മിൽ അവൻ പ്രസാദിക്കട്ടെ. നമ്മെ തന്നെ സമർപ്പിച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ തുടർന്നുള്ള ശുശ്രൂഷണത്തിന് വേണ്ടി കർത്താവദാസൻ ജെയ്സൺ പ്രാർത്ഥിക്കുന്നതായിരിക്കും. പരിശുദ്ധ പിതാവേ, വിശുദ്ധ പകൽക്കാലം ഞങ്ങളുടെ സന്നിധിയിൽ കടന്നു വന്ന് ഞങ്ങളെ വീണ്ടെടുത്ത് ഞങ്ങളെ രക്ഷിച്ച കർത്താവിന് ആരാധനയും സ്തുതിയും ബഹുമാനവും പുകഴ്ചയും അർപ്പിപ്പാൻ ഒരു അവസരം കൂടെ തന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്ത് സ്തോത്രം. ആമേൻ ആമേൻ ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ യോഗ്യതയില്ലാത്തവരായിരുന്നു, പാപത്തിന്റെ അഴുക്ക് ചാലിൽ കിടന്നവരായിരുന്നുവെങ്കിലും കർത്താവേ, പുത്രനെ തന്ന് ഞങ്ങളെയും പുത്രന്മാരാക്കി തീർക്കുവാൻ അങ്ങേക്ക് മഹാസ്നേഹം തോന്നിയതിനായി കർത്താവേ, തേജസ്സിൽ വാഴുവാനായി, തേജസ്സിൽ അങ്ങയുടെ മുമ്പിൽ നിൽക്കുവാനായി ഞങ്ങളെ യോഗ്യരാക്കി തീർത്ത ദൈവകൃപയ്ക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, കരുണയൊന്നു മാത്രം നിങ്ങൾ ഓർത്ത് അങ്ങേക്ക് നന്ദിയും ആരാധനയും സ്തുതി പുകഴ്ചയും അർപ്പിക്കുന്നപ്പാ. ഇത്രത്തോളം അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരുന്നല്ലോ. തുടർന്നുള്ള ശുശ്രൂഷയിൽ അങ്ങയുടെ വലിയ സാന്നിധ്യം വ്യാപരിപ്പാൻ കൃപ ചെയ്താട്ടെ. ഞങ്ങളുടെ ദാസനിലൂടെ ശക്തിയോടെ ഇന്ന് പകൽക്കാലവും ഞങ്ങളോട് ഇടപെടണമേ കർത്താവേ. ഞങ്ങൾക്ക് ആവശ്യമായ ദൂതുകൾ, വചനങ്ങൾ, ആലോചന പകൽക്കാലവും ഞങ്ങൾക്ക് നൽകി തരണമേ. അനുഗ്രഹ നിറവോടെ ഞങ്ങളെ അയക്കണമേ, മഹത്വം എടുക്കണമേ, യേശുവിന്റെ നാമത്തിൽ തന്നെ. എല്ലാവർക്കും ഇരിക്കാം. പ്രൈസ് ദി ലോർഡ്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടെ നമുക്കൊന്നിച്ച് കർത്താവിൻ്റെ പാദപീഠമായിരിക്കാൻ ദൈവം ഒരുക്കിയ സന്ദർഭങ്ങൾക്കായി കർത്താവിൻ്റെ മഹത്വം. Before I go further, I invite our little ones, youngsters, to come forward. The name of the Lord, blessed be your name. Blessed be the name of the Lord, blessed be your glorious name. Blessed be the name of the Lord, blessed be your Blessed be the name of the Lord, blessed be your glorious name. You give and take away, you give and take away. My heart will choose to say, Lord, blessed be your name.
verses 3 to 4. For what I have received, I pass down to you as of first importance, that Christ died for our sins according to the Scriptures, that he was buried and raised on the third day according to the Scriptures. Bless the Lord, O my soul, and all that is within me, bless his holy name. Psalm 103, verse 1. Joshua 24, verse 14. For me and my house will serve the Lord. Let us run with endurance the race that is set before us, looking to Jesus, the founder and perfecter of our faith. Hebrews 12, verse 1 to 2. John chapter 10, verse 10 and 11. But the thief comes in to steal and to kill and to destroy. I came so that they may have life and have it abundantly. I am the good shepherd. I lay down my life for the sheep. Matthew 5, verse 17. Do not think I have come to abolish the law or the prophets. I have not come to abolish them, but to fulfill them. Be kindly affectionate to one another with brotherly love and honor, giving preference to one another. Romans 12, verse 10. John 14, verse 14. If you ask anything to me in my name, I will do it. Acts 13, verse 48 and 49. When the Gentiles heard about this, they were glad and honored the word of the Lord, and all who were appointed for eternal life believed that the word of the Lord spreads through the whole region. Therefore be imitators of God as dear children, and walk in love as Christ also loved us, and gave himself for us as an offering and a sacrifice to God for a sweet-smelling aroma. Galatians 5, 1 and 2. Right. Everything at the best please the Lord. Psalms 151, verse 6. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒന്നിച്ച് പ്രാർത്ഥിക്കാമോ? ടോംസ് വർക്കി പ്രാർത്ഥിക്കും, പക്ഷെ ഒന്നിച്ചൊന്ന് പ്രാർത്ഥിക്കാമോ? ഇന്ന് രാവിലെ കർത്താവിൻ്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായ കുഞ്ഞുങ്ങൾ വരെയും അവർ പറഞ്ഞ വാക്യങ്ങൾ വേണ്ടതുപോലെ അവർ ഗ്രഹിപ്പാൻ കഴിയുന്നില്ലെങ്കിലും അത് ജീവനുള്ള വചനമാണ്. അതുള്ളിൽ ക്രിയ ചെയ്യട്ടെ. വളരും തോറും ദൈവകൃപയിൽ വളരുവാൻ, വചനത്തിൽ വളരുവാൻ, പാപത്തെ വെറുക്കുവാൻ, കർത്താവിന് വേണ്ടി നിൽക്കുവാൻ കുഞ്ഞുങ്ങൾ കർത്താവിൻ്റെ ഒന്നിച്ച് പ്രാർത്ഥിക്കാം. താങ്ക് യു. കർത്താവ് ഈ സഭയ്ക്ക് കുടുംബങ്ങൾക്ക് തന്ന ദാനങ്ങളാണ്. കർത്താവിൻ്റെ മഹത്വത്തിനായി കുഞ്ഞുങ്ങളായി തീരട്ടെ. സ്തോത്രം. പ്രിയ ടോംസ് വർക്ക് ഈ പ്രാർത്ഥന സഹായിച്ചാൽ. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. സ്തോത്രം. താങ്ക് യു. ഗോഡ് ബ്ലസ്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പകൽക്കാലം ആലയത്തിലും സൂമ്പിലുമായിരിക്കുന്ന എല്ലാ വാത്സല്യ പ്രിയപ്പെട്ടവർക്കും, നാട്ടിൽ നിന്ന്, ഡാലസിൽ നിന്ന്, ഇവിടെ നിന്നൊക്കെയും ആയിരിക്കുന്ന നമ്മുടെ വാത്സല്യ പ്രിയപ്പെട്ട എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ബുക്ക് ഓഫ് ഡാനിയലിൻ്റെ പുസ്തകം, ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 11-ാം അധ്യായം 32-ാമത്തെ വാക്യം.
മലയാളത്തിൽ നിയമത്തിന് വിരോധമായി ദുഷ്ടത പ്രവർത്തിക്കുന്നവരെ അവൻ ഉപായം കൊണ്ട് വഷളാക്കും. അടുത്ത വാക്ക എൻ്റെ പ്രസംഗ വിഷയം. ബട്ട് ദ പീപ്പിൾ ഹു നോ ദർ ഗോഡ് ഷാൽ ബി സ്ട്രോങ് ആൻഡ് ക്യാരി ഔട്ട് ഗ്രേറ്റ് എക്സ്പ്ലോയിറ്റ്സ്. ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിൽക്കും, വീരം പ്രവർത്തിക്കും. സ്തോത്രം. ഒരു വേദഭാഗം കൂടി നമുക്ക് വായിക്കാം. 2 തിമോത്തിയോസ് 1-ാം അധ്യായം 12-ാമത്തെ വാക്യം. Amen. For this reason I also suffer these things. Nevertheless, I am not ashamed, for I know whom I have believed, and I am persuaded that he is able to keep what I have committed to him until that day. I know whom I have believed. ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ആദ്യം വായിച്ച വാക്യത്തിൽ ഒരു വാക്കുണ്ട്, ദൈവത്തെ അറിയുന്ന ജനം. ദൈവത്തെ അറിയുന്ന ജനം. People who know their God. ദൈവത്തെ അറിയുന്ന ജനം. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കും. നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ, നന്മ മാത്രമേ. ഓ നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ, നന്മ മാത്രമേ അവൻ ചെയ്യുകയുള്ളല്ലോ. തിന്മയ്ക്കായൊന്നും ഭാവിച്ചില്ലല്ലോ, നന്മയ്ക്കായി കൂടി വ്യാപരിച്ചല്ലോ. തിന്മയ്ക്കാ ഒന്നും ഭാവിച്ചില്ലല്ലോ, നന്മയ്ക്കായി കൂടി വ്യാപരിച്ചല്ലോ. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങെപ്പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങെപ്പോലൊരു ദൈവമില്ല. ഓ അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമൻ ദൈവമെന്നും. ആമേൻ. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമൻ ദൈവമെന്നും. കർത്താവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അത്യുന്നതനായ ദൈവം, അങ്ങെപ്പോലൊരു ദൈവമില്ല. ആ ദൈവത്തെ കടന്നു വന്ന് ആരാധിപ്പാൻ ഞങ്ങൾക്ക് തന്ന സന്ദർഭത്തിനായി ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങളുടെ വചനത്തിനായി സ്തോത്രം. ഞങ്ങളുടെ ഹൃദയങ്ങളോട് സംസാരിക്കുമല്ലോ, യേശുവിൻ നാമത്തിൽ തന്നെ. പീപ്പിൾ ഹു നോ ദെയർ ഗോഡ്. ദൈവത്തെ അറിയുന്ന ജനം. മോനെ അത് മാറ്റിയത്. ദൈവത്തെ അറിയുന്ന ജനം. സ്തോത്രം. ദൈവത്തെ അറിയുമ്പോൾ നാം എങ്ങനെ അതിനോട് പ്രതികരിക്കുമെന്നുള്ളത് വിഷയം. ഇന്ന് രാവിലെ കർത്താവ് ദാസൻ സങ്കീർത്തനം വായിച്ചപ്പോൾ 8:1 എന്നത് വായിച്ച് എന്തോ വായിച്ചെന്ന് അറിയാമോ? ഓർക്കുന്നുണ്ടോ? നിന്റെ നാമം ഭൂമിയിലൊക്കെയും എന്താ, പിന്നെ താഴോട്ട് അവൻ്റെ പ്രവൃത്തിയെ വർണ്ണിക്കുക.
അവൻ്റെ പ്രവൃത്തിയെ വർണ്ണിക്കുമ്പോൾ ഒരു ഭക്തൻ പറയാം, നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമാ. നാം അറിയേണ്ടതുപോലെ അറിഞ്ഞില്ലെങ്കിൽ ശ്രേഷ്ഠമായത് അറിയാൻ പറ്റത്തില്ല. ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച പ്രസംഗിച്ച വിഷയം തൃപ്തി, ബി സാറ്റിസ്ഫൈഡ് എന്ന വിഷയമാണ്. ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുമ്പോൾ സംതൃപ്തി കാണത്തില്ല, കാര്യം നടക്കും. ചെയ്യേണ്ടതുപോലെ ചെയ്യാതെ ഇരുന്നാൽ ആത്മീയന് ഭോഷത്വം സംഭവിക്കും. ഭോഷത്വം സംഭവിച്ചാൽ നേർവഴി വിടും. നേർവഴി വിട്ടാൽ അന്യദൈവത്തെ സേവിക്കും. എന്ത് അന്യദൈവം? നമ്മുടെ അവിടെ അന്യദൈവമൊന്നുമില്ല. ദൈവത്തിന് പ്രയോറിറ്റി കൊടുക്കാതെ വരും. സ്തോത്രം, സ്തോത്രം പറയണേ. അതുപോലെ തന്നെയാ അറിയേണ്ടവനെ അറിയേണ്ടതുപോലെ അറിയണം. ശ്രേഷ്ഠമായവനെ ശ്രേഷ്ഠതയോടെ അറിഞ്ഞില്ലെങ്കിൽ ശ്രേഷ്ഠമായ ജീവിതം നയിക്കാൻ കഴിയത്തില്ല. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, വെള്ളിയാഴ്ച, അവർക്ക് പോഷത്വം പറ്റിയത് അവർക്കുള്ളതുപോലെ ഞങ്ങൾക്കില്ല. അവർ ഇത്രയും ചിന്തിച്ചാൽ മതിയായിരുന്നു, അവരെ പോലെ അല്ല നമ്മളെന്ന്. ഇല്ലയോ? ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതിയുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. നിന്നോട് ആരാ പറഞ്ഞ് അങ്ങോട്ട് നോക്കാൻ? നോക്കേണ്ടിടത്ത് നോക്കേണ്ട പോലെ നോക്കിയില്ലെങ്കിൽ വേണ്ടാത്തതൊക്കെ ജീവിതത്തിലേക്ക് കയറി വരും. സ്തോത്രം. അതാ അവർ കുഴം പറ്റിയത്. സ്തോത്രം. അപ്പൊ അറിയേണ്ടവനെ അറിയേണ്ടതുപോലെ പൗലോസ് പറയുന്നത്, അറിയേണ്ടതുപോലെ അറിഞ്ഞില്ലെങ്കിൽ പൗലോസ് 1 കൊരിന്ത്യർ 15:34 എഴുതിയിരിക്കുന്നത്, 1 കൊരിന്ത്യർ 15:34 പാപം ചെയ്യാതിരിപ്പീൻ. ഒന്ന് വായിക്കാം, വാക്യം. നിർമ്മതനായി ഉണരുവീൻ. ഉറങ്ങരുത്, കിടക്കരുത്, ഉണരുവീൻ. പിന്നെ അടുത്ത വാക്യം, പാപം ചെയ്യാതിരിപ്പീൻ. അടുത്തത്, ദൈവത്തെക്കുറിച്ച് പരിജ്ഞാനമില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറ്റിപ്പോകുന്നല്ലേ അർത്ഥം. ദൈവത്തെക്കുറിച്ച് പരിജ്ഞാനമുള്ളവനോട് പാപം ചെയ്യണ്ടെന്ന് പറയേണ്ടതില്ല. അറിയേണ്ടതുപോലെ അറിയുമ്പോൾ നാം വിശുദ്ധരായി ജീവിക്കും. യേശു കർത്താവ് വരുന്നത് ഇന്ന് കാണുന്ന ക്രിസ്ത്യൻ്റെത്തിനെയോ പെന്തക്കോസ്തുകാരെ കൊണ്ടുപോകാൻ വേണ്ടിയല്ല, കറ ചുളുക്കം വാട്ടം മാലിന്യമില്ലാത്ത മണവാട്ടിക്ക് വേണ്ടിയാണ് വരുന്നത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അറിയേണ്ടതിനെ ഞാൻ പറയട്ടെ, പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും അറിയേണ്ടതുപോലെ അറിഞ്ഞ ഒത്തിരി പേരുണ്ട്. എല്ലാവരോടും പറയാൻ സമയമില്ലല്ലോ, 1-2 പേര് പറയാം. പഴയ നിയമത്തിൽ സഭയുണ്ട്, പുതിയ നിയമത്തിൽ സഭയുണ്ട്. പഴയ നിയമത്തിലെ സഭയ്ക്ക് പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നു മരുഭൂമിയിലെ സഭ. അപ്പോസ്തലർ എഴുതിയിട്ടുണ്ട് മരുഭൂമിയിലെ സഭ. പുതിയ നിയമത്തിൽ എന്തുവാ? അനാദികാലം മുതൽ ദൈവത്തിൻ്റെ തിരുഹൃദയത്തിൽ മറഞ്ഞു കിടന്ന പുതിയ നിയമസഭ. സ്തോത്രം. പഴയ നിയമ മരുഭൂമിയിലെ സഭയ്ക്ക് മുമ്പും സഭാ കാലയളവുകളിലും ദൈവത്തെ അറിഞ്ഞ ജീവിതങ്ങളുണ്ട്. മരുഭൂമിയിലെ സഭ രൂപീകരിക്കുന്നതിന് മുമ്പ് അതിന് കാരണഭൂതനായ ഒരു വ്യക്തിയുണ്ട്. പേര് വിശ്വാസികളുടെ പിതാവ് അബ്രഹാം. നാം ഓരോ വിഷയങ്ങൾ വായിക്കുമ്പോൾ നോഹയുടെ കാര്യവും ഹാനോക്കിൻ്റെ കാര്യവും ഒക്കെ വായിക്കുന്നു, ഇൻഡിവിജ്വലായിട്ടുള്ള ഡീലിങ്ങാ. പക്ഷേ അബ്രഹാമിന്റെ ചരിത്രം ആരംഭിക്കുന്ന ലോക ചരിത്രം മാറ്റി എഴുതിക്കൊണ്ടാണ്. സ്തോത്രം. അവനെ അറിയേണ്ടതുപോലെ ആ ദൈവത്തെ അറിയുവാൻ ഓരോ ചുവടിലും ദൈവം മുഖാന്തരമൊരുക്കി അവരോട് സംസാരിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെയാണെങ്കിൽ അതിലും എത്രയോ ശ്രേഷ്ഠന്മാരായ നമ്മളാ ദൈവത്തിൻ്റെ മക്കളെ അവൻ നമ്മെ അറിയിക്കാതിരിക്കുമോ?
പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിനോട് ദൈവം പറയുക, ഞാൻ ആരാണെന്ന് പറയുന്നത് ഉൽപ്പത്തിയിൽ എഴുതിയിട്ടില്ല. പക്ഷേ അപ്പോസ്തല പ്രവൃത്തിയിൽ ഒരു ഭക്തന്റെ പ്രസംഗത്തിലുണ്ട്. ആ വ്യക്തി ഒറ്റ പ്രസംഗമേ പ്രസംഗിച്ചുള്ളൂ. അറിയാമോ ആരെന്ന്? മോശയ്ക്ക് വെളിപ്പെട്ട് കിട്ടാതിരുന്നത്, പഞ്ചഗ്രന്ഥം എഴുതിയ മോശയ്ക്ക് വെളിപ്പെട്ട് കിട്ടാതിരുന്നത് പുതുനിയമത്തിൽ ഒരു ഭക്തന് ഒറ്റ പ്രസംഗം പ്രസംഗിച്ച് ശുശ്രൂഷ അവസാനിപ്പിച്ചു. അവൻ വിളിച്ചു പറയാ 7-ാം അധ്യായം, അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം 2-ാമത്തെ വാക്യം. ഒന്ന് വായിച്ചേ, ഒന്ന് പെട്ടെന്ന് വായിച്ചേ. നിന്നങ്ങ് അവർ ചോദിച്ച പിന്നെ എന്തുവാ ഇത്? ഒന്നാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഈ മഹാപുരോഹിതൻ വരെ ഈ പാവപ്പെട്ട വിശ്വാസത്തോട് ചോദിക്കുക, ഈ പറയുന്നതൊക്കെ ശരിയാണോ? ഈ തോറയും ന്യായപ്രമാണവും ഇതെല്ലാം പഠിച്ച് അരച്ച് കലക്കി കുടിച്ചവൻ ചോദിക്കുക, ഈ പറയുന്നത് ശരിയാണോ? വലിയവർക്ക് വെളിപ്പെട്ട് കിട്ടാത്ത എളിയവർക്ക് വെളിപ്പെട്ട് കിട്ടിയല്ലോ. ഒരു നല്ല സ്വതന്ത്രം എന്ന് പറയണേ. ഈ വചനം ശുശ്രൂഷിക്കുമ്പോൾ ദൈവമേ ഇതൊക്കെ വെളിപ്പെട്ട് കിട്ടുവാൻ ഞങ്ങളൊന്നും യോഗ്യരല്ല കേട്ടോ. എല്ലാ പഠിപ്പും ജ്ഞാനവും അറിവുമുള്ളവൻ പട്ടത്വം സ്വീകരിച്ച് ആലയത്തിൽ നിൽക്കുമ്പോൾ അവന് കിട്ടാത്ത വെളിപ്പാട് ഒറ്റ പ്രസംഗിച്ചവന് കിട്ടി. പഴയ നിയമത്തിലെ മോശയ്ക്ക് കിട്ടാത്ത വെളിപ്പാട് വിശ്വസ്തയോട് ധൈര്യത്തോട്. നമ്മുടെ ദാനിയേലിലെ വാക്യം എന്തുവായിരുന്നു? ദൈവത്തെ അറിയുന്ന ജനം പേടിച്ചു പോകത്തില്ലെന്ന്. നിങ്ങൾക്കറിയത്തില്ല, ഈ 2-2.5 മാസത്തോളം നോർത്ത് ഇന്ത്യയിൽ കണ്ണ് നിറഞ്ഞു പോകും കേട്ടോ. കേരളത്തിലും ഒക്കെ സ്റ്റേജിന് വേണ്ടിയും അതിനുവേണ്ടിയും ഇതിനുവേണ്ടിയും കേസ് ഫയൽ ചെയ്തിരിക്കുമ്പോൾ ആരും അറിയാത്ത ഓരോ പാവപ്പെട്ട വിശ്വാസികൾ യേശുവിന് വേണ്ടി ജീവിതം കൊടുക്കാൻ ആരും അവരെ അറിയുന്നില്ലെന്നേ. അവർ സ്റ്റേജുമില്ല, ഒന്നുമില്ല. യേശുവിന് വേണ്ടി ജീവിക്കുമ്പോൾ യേശുവിനെ തള്ളിപ്പറഞ്ഞ പഴയ മാർഗത്തിലേക്ക് ഇവരെ ചോദിക്കുക, ഇല്ലെന്ന് പറയുമ്പോൾ അടിയാ. അടി വെറുതെ കൈകൊണ്ടൊന്നുമല്ല. അതൊന്ന് കണ്ട നമ്മളൊക്കെ ഇവിടെ വീഡിയോയിൽ ഇതിൽ കാണും. ഞങ്ങളൊക്കെ അങ്ങനെ അടി കിട്ടിയവരെ കണ്ടുവച്ച് വരികയാണ്. അവരുടെ സാക്ഷ്യത്തിന് മുമ്പ് സ്റ്റേജിൽ നിൽക്കുന്ന മാത്യുമൻ ചൂളിപ്പോവും. പ്രൈസ് ദി ലോർഡ്. ഇതെവിടെ കിട്ടി ധൈര്യമാ? ദൈവത്തെ അറിയുന്നവൻ ഉറച്ചു നിൽക്കുമെന്നേ. ദൈവമക്കളെ, തിരുവചനം ലഭിക്കുമ്പോൾ ഇനിയും മുൻപോട്ടുള്ള സമയങ്ങൾ അത്ര ഈസിയാണെന്ന് ആരും വിചാരിക്കരുത്. ഇവിടെ ട്രംപും അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, ഇല്ല വലിയ നോ. ദൈവവചനം ശരിയാണെങ്കിൽ ഭൂലോകമെങ്ങും സുവിശേഷത്തിന് എതിർപ്പുണ്ടാവും. എന്തിനാണെന്നറിയാമോ? നല്ലതിനെയും തീയതിനെയും വേർതിരിക്കാൻ. മനുഷ്യനെ കളിപ്പിക്കാമെങ്കിലും ദൈവത്തെ കളിപ്പിക്കാൻ പറ്റത്തില്ല. ഒരു നല്ല സ്വതന്ത്രം പറയാമോ? പ്രൈസ് ദി ലോർഡ്. ഒരു ദിവസം വലിയ മഹായോഗത്തിനകത്തെ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി ഓടുന്ന ഒരു ദിവസം വരും, എവിടെങ്കിലും പോയി ഒളിക്കുവാൻ. പക്ഷെ അന്നും ദൈവത്തെ അറിയുന്നവൻ ഉറച്ചു നിൽക്കും. ഇന്ന് രാത്രി, ഇന്ന് പകൽക്കാലം ഒരു തീരുമാനം കർത്താവ്, ഒന്നുമില്ലെങ്കിൽ നിന്നെ ഒന്ന് അടുത്തറിഞ്ഞാൽ മതി എനിക്ക്. സ്തോത്രം. ഇനി 2-ാമത്തെ വാക്യം വായിച്ച അപ്പോസ്തല പ്രവൃത്തി 7:2. മോനെ അതൊന്ന് ഇടാമോ ഇനി സ്ലൈഡ്? ഹാരാനിൽ പാർത്ത വിഷയമാണ് നമുക്ക് പഴയ നിയമത്തിൽ പറയുന്നത്. പക്ഷെ എവിടുന്ന് തുടങ്ങാൻ കാരണം എന്താ? മെസൊപ്പൊത്താമിയയിൽ അവിടെ വെച്ച് ദൈവം അവന് പ്രത്യക്ഷനായി. ഞാൻ അതാ പറഞ്ഞത്, ഒരു പുതിയ ചരിത്രം ആരംഭിക്കുക. ആദാം, ഹവേൽ, കയീൻ,
നോഹ, ഹാനോക്ക്, ഇങ്ങനൊക്കെ ചരിത്രം പറഞ്ഞു വന്നിട്ട് ദൈവം പറയാം, മക്കളെ, നിങ്ങൾ ഇതുവരെയും അറിയാത്തൊരു കാര്യം ഞാൻ നിന്നോട് പറയാം. എൻ്റെ പേര് തേജോമയനായ ദൈവം. ഓ, ഈ ദൈവത്തെ അറിഞ്ഞ ആരെങ്കിലും ഇന്നിവിടെ ഉണ്ടോ? ഗോഡ് ഓഫ് ഗ്ലോറി, പ്രൈസ് ദി ലോർഡ്. തേജോമയനായ ദൈവം. നമ്മളുടെ കാണേണ്ടവനെ കാണേണ്ടതുപോലെ കണ്ടാൽ നമ്മുടെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരും, നമ്മുടെ സംസാരത്തിന് വ്യത്യാസം വരും, നമ്മുടെ ആറ്റിറ്റ്യൂഡിന് വ്യത്യാസം വരും. നാം ആരും നമുക്ക് മനസ്സിലാവും. ഹല്ലേലൂയ. അവൻ കണ്ട ഉടനെ എന്താ, നീ തേജോമയനായ ദൈവം. ആ ബാക്കി ഒന്ന് മുഴുവൻ വായിക്കാമോ? ആ ആ ആ ആ ആ പ്രത്യക്ഷനായാൽ എന്തെങ്കിലും പറയും. അത് കേൾക്കാനാണ് ഇന്ന് രാവിലെയും വന്നിരിക്കുന്നത്. വെളിപ്പാടിലൊരു വാക്യമുണ്ട്, ഞാനത് പ്രസംഗിച്ചതാ. ചെവിയുള്ളവൻ കേൾക്കട്ടെ. നമുക്ക് ചെവിയില്ലയോ? ചിലർക്ക് തപ്പി നോക്കുന്നുണ്ടോന്ന്. ചെവിയുള്ളവൻ കേൾക്കട്ടെ. എന്താ ഇതിൻ്റെ അർത്ഥം? ഇത് ഒത്തിരി കേട്ടത് ഇനി ഒന്നുകൂടെ അല്ലിത്. ഇന്ന് പകൽ എൻ്റെ ജീവിതത്തിൽ എന്നോട് സംസാരിക്കുന്ന വചനമാ. തേജോമയനായ ദൈവം അവൻ പറയുക, നീ ചില കാര്യം ചെയ്യണം. ദേശത്തെ വിടണം, ചാർച്ചക്കാരെ വിടണം. ഇതെന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം? വേർപാട്. അതേ ഉമ്മ പറഞ്ഞത്, ഞങ്ങൾക്ക് അവർക്കുള്ളത് പോലെ ഞങ്ങൾക്ക് ഇല്ലെന്നേ. ആര് പറഞ്ഞു ഉണ്ടെന്ന്? അതുകൊണ്ടല്ലേ അവിടുന്ന് ഇങ്ങോട്ട് വന്നത്. അത് പഴയ നിയമം. പുതിയ നിയമം കൃപയാൽ, കൃപയാൽ, ഒരു പുണ്യപ്രവർത്തിയുമല്ല, കൃപയാൽ നമ്മെ അകത്തേക്ക് കൊണ്ടുവന്നില്ലേ. പിന്നെ നീ അങ്ങോട്ട് പോകാൻ ശ്രമിക്കുന്നത്? ലോകവും ലോകമേത്വവും ജഡവും ദൈവസഭയിൽ കടന്നുകൂടിയത് ലക്ഷണം കണ്ടുകൊണ്ടിരിക്കുക. അധികം ഒന്നും പറയേണ്ട ആവശ്യമില്ല. ദേശം എന്താ? ലോകം. പാട്ടൊക്കെ പാടും, ലോകം പാപം പിശാചെന്ന്. ആ തൊടുകയില്ല, അത് തൊട്ടോട് നടക്കുന്നത്, പിന്നെ തൊടുകയില്ല. പാട്ടൊക്കെ നല്ല ട്യൂണിലാ പാടുന്നത്. ഇവിടെ ജീവിതത്തിലൊരു ട്യൂണുമില്ല. ട്യൂണിങ്ങിന് പോകുന്ന കണ്ടിട്ടുണ്ടോ? എന്തിനാ? എൻജിൻ ട്യൂൺ ചെയ്തില്ലെങ്കിലേ അതിനാൾ ഓടത്തില്ലെന്ന് ആർക്കും മനസ്സിലായില്ല. സാരമില്ല, കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കിക്കോളും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ദേശത്ത് ചാർച്ചക്കാരെ അതധികം വിശദീകരിക്കുന്നില്ല ഞാൻ. പാരമ്പര്യം. ഇപ്പോഴും വാവും നാളും നോക്കുന്നവരുണ്ടെന്നേ. മനസ്സിലായില്ല? 10:30 ആയിക്കോട്ടെ ഭാഷേ. എന്തോ ഇതുവരെയും ശരിക്ക് കാണേണ്ടവനെ ബാക്കി പറയാമോ? എവിടാ? പെന്തിക്കോസിലാ. എവിടാ? ചത്ത കുഴിച്ചാണ് സ്ഥലമുണ്ടെന്നേ. പിള്ളേരുടെ വിവാഹം വന്നാൽ ബാക്കി പറയാമോ? ഒന്ന് തുറക്കെ പറഞ്ഞേ. നടത്തിക്കൂടെ ഒരു പാസ്റ്റർ ഉണ്ടെന്നേ. ഇതാണോ നമ്മുടെ വിഷയം? നിത്യതയല്ലേ? ഓ, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. ഇത് ആര് പറഞ്ഞതാ? സാഹചര്യമെല്ലാം പ്രതികൂലമായപ്പോഴും എവിടെയുള്ള അന്യദേവന്മാരെ കൊണ്ട് സേവിക്കോ സേവിക്കാതിരിക്കോ നിങ്ങളുടെ ചോയ്സ്. എനിക്കൊരു ചോയ്സ് ഉണ്ട്. ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. അതിനുവേണ്ടി ദൈവം ഒരുക്കി തന്ന സ്ഥലമാ ദൈവസഭ. ഇന്നല്ലാത്തൊരു യൂണിവേഴ്സൽ ചർച്ചും പറഞ്ഞു, ലോക്കൽ ചർച്ചും പറഞ്ഞു. സ്തോത്രം. ദൈവസഭ നമ്മുടെ ഭവനമാന്നേ. ഇവിടെ വരുമ്പോൾ അറിയേണ്ടവനെ അറിയേണ്ടതുപോലെ അറിഞ്ഞാൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറും. യോഗത്തിനും വരത്തില്ല, കൂട്ടത്തിനും വരത്തില്ല, ഉപവാസ പ്രാർത്ഥിക്കും വരത്തില്ല, പ്രസംഗത്തിനും വരത്തില്ല, പ്രസംഗിക്കുന്നുമില്ല.
എന്നിട്ട് അവസാനം കുറ്റം പറഞ്ഞാൽ ഇനി ഞാൻ ഇങ്ങോട്ടില്ല. ഒരു നല്ല സ്വതന്ത്രം പറയാം. നിങ്ങളെ പറ്റിയാണോ ഞാൻ പറഞ്ഞത്? അല്ല, അല്ലെങ്കിൽ അല്ല, ആണെങ്കിൽ ആന്നു. ഹല്ലേലൂയ. അറിയേണ്ടവനെ അറിയേണ്ട പോലെ അറിഞ്ഞാൽ എൻ്റെ ദൈവം എന്നോട് സംസാരിക്കുവാൻ എനിക്കൊരു സ്ഥലം ഒരുക്കി അവിടെ അവൻ തേജോമയനായ ദൈവം പ്രത്യക്ഷനാവും. ഇതിൻ്റെ അടുത്ത സ്ലൈഡാണ് വേണ്ടത്. ഞാൻ ഇട്ടോളാം, കുഴപ്പമില്ല. തേജോമയനായ ദൈവം, ദ ഗോഡ് ഓഫ് ഗ്ലോറി. അറിയേണ്ടവനെ അറിഞ്ഞപ്പോൾ അവൻ്റെ പ്രതികരണമാ വിടേണ്ടതിനെ വിട്ടു. ഇന്ന് പകൽക്കാലം പണങ്ങിപ്പോകുന്നതിന് മുമ്പ് ഒരു സമർപ്പണത്തോടെ പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. സ്തോത്രം. നാം വലിയ തെറ്റോ വലിയ പാപവും ചെയ്യുന്നവരല്ല കേട്ടോ. അങ്ങനെയൊന്നും ആരും ചിന്തിക്കാതെ ഭാഷ എന്തോ പറഞ്ഞത് എൻ്റെ അങ്ങനെയൊന്നും അല്ല. പക്ഷെ എല്ലാം അറിയുന്ന ഒരുവൻ മേളിലുണ്ട്. നമ്മുടെ ഇരിപ്പ്, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മളുള്ള തിരുവചനത്തോടുള്ള പ്രതികരണം. ഇല്ല, പ്രിയപ്പെട്ടവരോട് ശുശ്രൂഷിക്കുമ്പോൾ ശ്രദ്ധിക്കത്തില്ല, ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കും. ആറ്റിറ്റ്യൂഡ് വ്യത്യാസം വരാത്തതുകൊണ്ടാണ്. അറിയേണ്ടവൻ ദൈവമക്കളെ ദൈവസഭയിൽ വരുമ്പോൾ ഒരുവനൂടെ ഉണ്ടെന്നേ. നമ്മുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ഉൾപ്പുകളെയും ആരായുന്ന ഒരുവൻ. എന്തിനാണ് വന്നത്, എങ്ങനെയാ വന്നത്, എപ്പം പോകുന്നു, എങ്ങനെ പോകുന്നു അറിയാവുന്ന ഒരുവനൂടെ ഉണ്ടെന്ന്. തേജോമയനായ ദൈവം, തേജോമയനായ ദൈവത്തെ കണ്ടുമ്പോൾ വേർപാട്. എനിക്കൊരു കാര്യം അറിയാം, ഞാൻ മറ്റുള്ളവരെ പോലെയല്ല. എനിക്കൊരു കാര്യം അറിയാം, എനിക്ക് അവരെ പോലെ വേണ്ട. എനിക്കൊരു കാര്യം അറിയാം, പാരം വ്യർത്ഥവും, ബാക്കി പറയാമോ? പത്രോസ് പറയുന്നത് വ്യർത്ഥവും, അത് വ്യർത്ഥമാണെന്ന് പത്രോസിന് തോന്നിയില്ലേ? വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ നടപ്പുകളെ അവിടെ നിന്ന് എടുത്താൽ ഇപ്പോഴും ഒരു കാലം അവിടെ വെക്കാൻ പറ്റുമോ? ഇനി അടുത്തത് ഒരു വാക്യം വായിച്ചേ. ജനസിസ് 14:19. അടുത്ത വെളിപ്പാടാ. പെട്ടെന്ന് വായിക്കണേ. അത് തന്നെയാ. ഒന്നുകൂടെ വായിച്ച്. അവൻ ആരനുഗ്രഹിച്ചു? മൽക്കീസദേക്ക്. അത് കർത്താവിൻ്റെ പ്രതീകമാണ്. അവൻ അബ്രാമിനെ അനുഗ്രഹിച്ചു. ഏത് പേരിൽ അനുഗ്രഹിച്ചത്? അത്യുന്നതനായ ദൈവം. അതുകൊണ്ടാണ് ഇന്ന് പല പാട്ട് പാടുന്നത്. ഉന്നതൻ നീ അങ്ങെപ്പോലോ. ഒന്ന് ചേർന്ന് പറഞ്ഞേ. ഓ ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങെപ്പോലൊരു ദൈവമില്ല. ഓ അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രം എൻ ദൈവമെന്നും. നടത്തിയ വിധങ്ങൾ, നടത്തിയ വഴികളെ ഓർത്തിടുമ്പോ കരുതിയ കരുതൽ നീനച്ചിടുമ്പോ നടത്തിയ വഴികളെ ഓർത്തിടുമ്പോൾ കരുതിയ കരുതൽ നീനച്ചിടുമ്പോൾ സ്തുതിക്കുവാനായിരം നാവു പോരായേ, എങ്കിലും ആവോളം ഞാൻ പാടി സ്തുതിക്കും. ഓ സ്തുതിക്കുവാനായിരം നാവു പോരായേ, എങ്കിലും ആവോളം ഞാൻ പാടി സ്തുതിക്കും. ഹല്ലേലൂയ. അത്യുന്നതനായ ദൈവം, the most high God. പഴയ നിയമത്തിലെ വലിയ പ്രവാചകന്മാരിൽ ഒരാളായ യെശയ്യാവ് ഒരിക്കൽ പറയാ,
ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നവരെ ഞാൻ കണ്ടപ്പോൾ അയ്യോ, ഞാൻ അനിഷ്ട മനുഷ്യൻ. കാണേണ്ടവനെ കാണുമ്പോഴാ നമ്മൾ ആരാണെന്ന് മനസ്സിലാകുന്നത്. ഒന്നുമില്ല കേട്ടോ, ഒന്നുമില്ല. ഇന്ന് നിൽക്കുന്നത് കൃപയാല, നാളെ നിൽക്കാൻ പോകുന്നതും കൃപയാല. ഒരിക്കലും ആത്മീയൻ നിഗളിക്കരുത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അത്യുന്നതൻ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസന. രാജാവ് മരിച്ചാലും എൻ്റെ ദൈവം മരിച്ചില്ലെന്നല്ലേ എൻ്റെ അർത്ഥം. ഉസിയാവ് മരിച്ച ആണ്ടിൽ എന്തിനാ ഈ വല്ലോൻ്റെ മരണം പറയുന്നത്? there is a time factor. Praise the Lord. എനിക്കൊരു കാര്യം മനസ്സിലായ ഒരു ദിവസമുണ്ട്. രാജാക്കന്മാർ മാറിയാലും മാറ്റമില്ലാത്തൊരു രാജാവ്, അത്യുന്നതനായ ഒരുവൻ. ഹല്ലേലൂയ. ഞാൻ ഒരു കാര്യം പറയട്ടെ, എല്ലാം നമ്മൾ ഈ കാണുന്ന കാഴ്ചയ്ക്ക് അപ്പുറമൊന്നുമില്ല, പക്ഷെ അതിനും മേളിൽ ഒരുവനുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ പ്രസംഗിച്ച് ഓർക്കുന്നുണ്ടോ? എന്തോ ഓർത്ത് ചൊല്ലിയോ? എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഭൂമിക്ക് അറ്റമുണ്ടോ? ഇല്ലെന്നേ. എവിടെ അറ്റം? ക്ഷീണിക്കുമ്പോൾ തോന്നും ഇനി എങ്ങോട്ട് പോകുമെന്ന്. അതാ അറ്റം. ലാസ്റ്റ് പോയിന്റ് വരുമ്പോൾ അങ്ങോട്ട് വഴിയില്ല. അതാ അറ്റം. കേരളത്തിലാണ് കൂടുതൽ ആത്മഹത്യ നടക്കുന്നത്. എന്താ കാര്യം? ഇനി അങ്ങോട്ടില്ല. ദാറ്റ്സ് ഇറ്റ്. ഇതുവരെ ഉള്ള എനിക്ക് എൻ്റെ എന്ന് പറയാൻ ആരുമില്ല. എനിക്കൊരു അത്താണി കണ്ടു എത്തുവാൻ ആരുമില്ലെന്നേ. ജീവിതം ഇനി മുൻപോട്ട് പോയിട്ട് കാര്യമെന്താ? പക്ഷേ അതിനും വലിയ വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ലേ? ഹൃദയം ക്ഷീണിക്കുമ്പോൾ, മനസ്സ് ക്ഷീണിക്കുമ്പോൾ സംഗീതക്കാരൻ പറയാ, എനിക്ക് ഓടി ചെല്ലുവാൻ ഒരു സങ്കേതമുണ്ടെന്നേ. അതുകൊണ്ട് ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്നത്. എവരിതിങ് ഓൾ റൈറ്റ് ആയിട്ടല്ല എന്ന് മാമച്ച ബ്രദർ, അല്ല. എവരിതിങ് ഓൾ റൈറ്റ് ആയിട്ടല്ല. ജീവിതത്തിൽ നിരാശ വരാൻ സാധ്യത ഉണ്ടായിട്ടുണ്ട്. ഈ ദൈവം ഇങ്ങനെ ദൈവം ചോദിച്ചു പോയിട്ടുണ്ട്, പക്ഷെ അവിടെ ഒന്നും ഗിവ് അപ്പ് ചെയ്തില്ല. ഇവനെ അനുഭവിച്ചറിഞ്ഞതുകൊണ്ടാ. എൻ്റെ പ്രശ്നങ്ങളുടെ മീതെ ഇരിക്കുന്ന ഒരുവൻ, അവനറിയാതെ ഒന്നും സംഭവിച്ചിട്ടില്ല. അതല്ലയോ പാടിയത്? നന്മയല്ലാതെ ഒരു സ്വന്തം പറയാമോ? പ്രതീക്ഷിക്കുന്ന പോലെ പോയില്ല എന്ന് വിചാരിച്ച് ദൈവം നിന്നെ കുറിച്ച് അറിയുന്നില്ലെന്ന് വരുന്നില്ല. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ല എന്ന് വിചാരിച്ച് ദൈവം നിന്നെ ഉപേക്ഷിച്ചൊന്നും വരുന്നില്ല. നാളുകൾ കഴിയുമ്പോൾ മനസ്സിലാവും ഈ പാട്ട് നീ പാടും നന്മയല്ലാതെ ഒന്നും ചെയ്തിട്ടില്ലെന്ന്. അതല്ലയോ 42-ാം അധ്യായം. ഏതാ? യോബ്. 41 അധ്യായങ്ങൾ കഴിഞ്ഞപ്പോൾ 42-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചു, നിനക്ക് സകലതും കഴിയുമെന്നും നിന്റെ പർപ്പസ് എൻ്റെ ജീവിതത്തിൽ ഇത്രത്തോളം വന്നത് നിന്റെ പർപ്പസ് ആയിരുന്നു എനിക്ക് മനസ്സിലായി. ചോദ്യം ഇതാണോ പർപ്പസ്? 10 മക്കളിൽ 10 പോയി. ഉള്ളതെല്ലാം സംഭവം നശിച്ചു, നഷ്ടപ്പെട്ടു. പക്ഷെ ഭക്തനു മാത്രമേ അത് പറയാൻ കഴിയൂ. അഥവാ നമുക്കത് പറയാൻ കഴിയണം. എന്താണ് അത്യുന്നതൻ? അതിന് പ്രതികരണം എന്താണെന്നറിയാമോ? ആ വാക്യം വിട്ടുപോകരുതേ. 14 താഴോട്ടൊന്ന് വായിക്കാമോ? ആ, അടുത്ത വാക്യം. ആ ആ ഇത് പറഞ്ഞത് ആരെന്നറിയാമോ? മൽക്കീസേദെക്ക. പക്ഷേ അത് കഴിഞ്ഞുടനെ അതങ്ങ് പറഞ്ഞു, അതങ്ങ് വായിച്ചു. അപ്പോഴേ അറിയേണ്ടവനെ അറിയേണ്ടതുപോലെ അറിഞ്ഞാൽ
ട്രഷറർ മുമ്പോട്ട് വരേണ്ട ആവശ്യമില്ല. ഒരു താങ്ക് യു ഒക്കെ പറയാം. എൻ്റെ അറിയേണ്ടവനെ അറിയേണ്ട പോലെ അറിഞ്ഞാൽ സ്വതരാജ്യ സമയത്ത് ബാത്റൂമിൽ പോകേണ്ട ആവശ്യമില്ല. ദൈവമക്കളെ, കർത്താവിന് വേണ്ടി കൊടുക്കുമെന്നും വെല്ലോനം കാണിച്ചാകല്ല. ഇടങ്കൈ കൊടുക്കുന്നതോ വലങ്കൈ കൊടുക്കുന്നു? അതന്നെ, ഇടങ്കൈ കൊടുക്കുന്നത്. ഇവർക്കൊക്കെ ബാക്കി പറയാം, ഞാനിങ്ങനെ പറയുന്നല്ലോ. ഇടങ്കൈ കൊടുക്കുന്നത് അത് തന്നെ. കണ്ടോ, പഠിക്ക, കണ്ടുപടി. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാ കൈ കൊണ്ടും കൊടുക്കുക. അതൊന്നും എടുത്തു പറഞ്ഞില്ലെങ്കിൽ, ഗുഡ് ന്യൂസ് വന്നെങ്കിൽ എന്തോ ഒരു കുഴപ്പമാണെന്നറിയാമോ? ചെറിയ കാര്യം. പോട്ടെ സ്വത്രം. നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? ഇനി പിന്നെ ബിസിനസ് ചെയ്യുന്ന ആവശ്യമുണ്ടോ? ഇല്ല. അതിനുശേഷം താഴോട്ട് വായിച്ചേ. അവിടെ ഒരു ഡീലാ. നമ്മളൊക്കെ ഡീൽ നോക്കി നടക്കുന്നവരാ. നാട്ടിൽ പറയുന്ന ഓഫർ എന്ന് പറയും, ഇവിടെ സെയിൽ എന്ന് പറയും, അല്ലെങ്കിൽ ഡീൽ എന്ന് വേണമെങ്കിൽ പറയും. നല്ല ഡീല് വന്നിട്ടുണ്ട്. ഏതായാലും ഇത്രയൊക്കെ തന്നല്ലോ. ഈ വെളിപ്പാട് കിട്ടുന്നവനെ എല്ലായിടത്തും അവനാരെന്ന് മനസ്സിലാവും. എത്ര സന്തോഷം, എത്ര രസമുണ്ട് ആ സ്റ്റേറ്റ്മെന്റ്. നീ അതിന് അബ്രഹാം, നമ്മളായിരുന്നെങ്കിലോ, ദൈവം നടത്തിയ വഴികളെ ഈ സാഹചര്യം ദൈവം ഒരുക്കിയ വഴിയേ. യുദ്ധത്തിന് പോകാൻ ദൈവമല്ലേ എന്നെ ആക്കിയത്? ദൈവം യോദ്ധാക്കളെ കൊണ്ടുപോയി എന്നെ വിജയിപ്പിച്ചു. ദാണ്ട് പ്രതീക്ഷിക്കുക. അപ്പം വാക്യമുണ്ട്, എന്തുവാ? ചോദിക്കുന്ന നിൽക്കുന്നതല്ല. കണ്ണ് കണ്ടിട്ടില്ല, ആവശ്യമില്ലാത്തല്ല ഇതൊക്കെ പ്രയോഗിക്കുമല്ലോ. കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ആരുടെയും ഹൃദയം തോന്നാത്തത് രാജാവ് കൊണ്ട് പറയുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഇച്ചിരി മുമ്പേ, ഒരു വാക്യം മുൻപേ ഒരാളെ കുറിച്ച് വെളിപ്പെട്ട് കിട്ടിയപ്പോൾ അവന്റെ നാമത്തിലാ സത്യം ചെയ്യുന്നത്. ഒന്ന് വായിച്ച ഭാഷേ. അതിനബ്രഹാം എന്ന്. ഇതെവിടുന്നാ പറഞ്ഞത്? അത്യുന്നതനായ ദൈവത്തിന്റെ കൈ നോക്കി സത്യം ചെയ്യുക. മനസ്സിലായില്ല. അറിയേണ്ടവനെ അറിയേണ്ടതുപോലെ അറിഞ്ഞാൽ ദൈവം തരാത്തതൊന്നും എനിക്ക് വേണ്ടെന്ന് പറയും. ഭൗതികമല്ല വിഷയം, ദൈവം തന്നതും മതിയെന്ന് ആത്മീയം പറയാമോ? അതും ഒരു വിഗ്രഹമാണെന്നേ. മനസ്സിലായില്ല? അത്രേ അവിടെ കൊണ്ട് നിർത്തുക. പ്രൈസ് ദി ലോർഡ്. കാണേണ്ടവനെ അറിയേണ്ടവനെ അത്യുന്നതനെ കണ്ടപ്പോൾ അത്യുന്നതനായ ദൈവത്തിന്. ഞാൻ 83-ലാന്ന് തോന്നുന്നു, 84-ലോ ന്യൂയോർക്ക് റോക്കലാൻഡില് ഒരു വീട്ടിൽ പോയി. അവിടുത്തെ അച്ഛൻ എന്നോട് പറയുക, സഭയുടെ വിഷയമാണ് പറയുന്നത്, പാസ്റ്ററെ പറ്റിയാണ് പറയുന്നത്. ഞാൻ മാറ്റാനൊന്നും പറഞ്ഞില്ല. പറയുന്നത് വേറൊന്നുമല്ല. ഈ അച്ചായ പാസ്റ്ററെ വിലയേറുതാന്ന് പറയുന്ന വിഷയം വരുമ്പോൾ പിന്നെ അവനാവും. അവൻ ഞാൻ ഈ അവനാവുന്നത് ഞാൻ പറഞ്ഞ ആരാ ബ്രദറെ ഇത്? പാസ്റ്ററെ. നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. ഇത്
ഇനി അവന് റെന്റ് കൊടുക്കുന്ന പിള്ളേരെ ഫീസ് കൊടുന്ന് കാണണം. ഞാൻ ചായന പാസ്റ്റർക്ക് അറിയത്തില്ല, ഈ ചർച്ചിൽ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് ഞാനാ. ഞാൻ ഇതിന് ഒറ്റ പൈസ കൊടുക്കുന്നില്ല. വളരെ ശാന്തത ഇവിടെ. ഓ, ആ പറഞ്ഞ വിശ്വാസി ഇന്ന് വിശ്വാസത്തിലില്ല. പാസ്റ്റർ ഇന്നും ശുശ്രൂഷയിലുണ്ട്. നിങ്ങൾക്കറിയാമോ? കർത്താവാണ് വിളിച്ചതെങ്കിൽ അവൻ പോറ്റാൻ വിശ്വസ്തനാണ്. എൻ്റെ രാജാവേ, നീ അല്ല എന്നെ സമ്പന്നനാക്കുന്നത്. ഈ വെളിപ്പാട് എവിടുന്ന് കിട്ടി? അത്യുന്നതൻ്റെ വെളിപ്പാട് കിട്ടുന്നതുകൊണ്ടാണ്. 49 വർഷത്തോളമായി കർത്താവിൻ്റെ വേലയിലായിട്ട് ഇതുവരെ അനുഭവിച്ചറിഞ്ഞിട്ടാണ് ഈ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പെട്ടെന്ന് മുമ്പോട്ട് പോട്ടെ. അടുത്തത് സാധാരണ പറയുന്ന കാര്യമാണ്. പെട്ടെന്ന് വായിക്കണം. 17 ഇതൊക്കെ ഇവിടെ ഇട്ട് തരുന്നത് പെട്ടെന്ന് വായിക്കാൻ വേണ്ടിയും നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതിയെടുക്കാൻ വേണ്ടിയുവാ. കഴിഞ്ഞ 13 വർഷം ഞാൻ നിന്നോട് മിണ്ടിയില്ല. നിനക്കറിയാമല്ലോ എന്താ കാര്യം? 75-ാമത്തെ വയസ്സിൽ 56-ാമത്തെ വയസ്സിൽ ഒരു കുഞ്ഞ് ജനിച്ചു. പേര് ഇസ്മായിൽ. അടുത്ത 13 വർഷം ദൈവം ഒരു വാക്കും ആ ഭക്തനോട് പറഞ്ഞില്ല. നീ ആരാധനയ്ക്ക് പോയാലും ദൈവശബ്ദം കേൾക്കാതിരിക്കാം. പറഞ്ഞ മനസ്സിലായില്ല? പ്രസംഗം കേൾക്കാം, ദൈവാലോചന കേൾക്കാൻ ബുദ്ധിമുട്ടാ. ഞങ്ങളുടെ ഒരു ദിവസം നന്നായിട്ട് പ്രസംഗിക്കുന്നവരാ എല്ലാവരും. എന്താ പ്രയോജനം? സ്തോത്രം. 13 വർഷം. എന്താ കാര്യം എന്ന് അറിയാമോ? ഞാൻ ഇന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞു, നമ്മളെ നടത്തുന്ന ഒരുവനുണ്ടെന്നേ. ഇന്ന് പകൽ ഞാൻ വിശ്വാസത്തോടെ വിളിച്ചു പറയട്ടെ, ദൈവം ഒരു പ്രോമിസ് വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മറന്നാലും അവൻ മറക്കത്തില്ല. വിശ്വസിക്കുന്ന ആരെങ്കിലും ദൂത് ഏറ്റെടുത്തു. സമയം പോയി ഇത് വരും. നമ്മൾ ഒത്തിരി കാര്യം മറന്നുപോയി. നല്ലതിനാ പറഞ്ഞത് മറക്കരുത്, പക്ഷെ മറക്കേണ്ടത് മറക്കരുത്, മറക്കേണ്ടാത്തത് മറക്കരുത്. സ്തോത്രം. അതുകൊണ്ട് കുറുക്ക് വഴി പോയി ദൈവാലോചനയ്ക്ക് നിൽക്കാതെ മാനുഷികമായ ആലോചനയ്ക്ക് നിന്നതുകൊണ്ട് ഒരു വീട്ടിൽ ഒരു ഇസ്മായിൽ ജനിച്ചു. ദാറ്റ്സ് ഓക്കെ. ദൈവം അവനെ അടിച്ചു തല്ലിയൊന്നുമില്ല. നീ അവിടെ നിന്നു. പക്ഷെ ദൈവത്തിൻ്റെ സമയമായപ്പോൾ, അബ്രഹാമേ, നിനക്കറിയാമോ ഞാൻ ആരാണെന്ന്? മെഡിക്കൽ സയൻസിനെ കൊണ്ട് കഴിയാത്തതിനെ, ശരീരഘടനയ്ക്ക് കഴിയാത്തതിനെ, ഒരു നല്ല സ്വതന്ത്രം പറയണേ, മനുഷ്യന്റെ കണക്ക് കൂട്ടലിനെ കഴിയാത്തതിനെ, നിന്റെ ചിന്തയ്ക്ക് ഒതുങ്ങാത്തതിനെ, കഴിയാത്തതിനെ കഴിവുള്ള ദൈവമാണ് ഞാൻ. എൻ്റെ പേര് ഓൾ മൈറ്റി ഗോഡ്, സർവശക്തൻ. ഞാൻ കഴിഞ്ഞ ഏതോ ദിവസം പറഞ്ഞു, ഞാൻ ഡിഫൻസ് മിനിസ്ട്രിയിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ട്രക്കുണ്ട്, പേരെന്തറിയാമോ? ശക്തിമാൻ. അതൊന്ന് കാണേണ്ടതാ എൻ്റെ ജേസിൻ്റെ ആ ട്രക്ക്. ശക്തിമാൻ സാധാരണ ട്രക്ക് പോലൊന്നുമല്ല. ഇതെന്തിനാ മെയിൻ ഉദ്ദേശം എന്നറിയാമോ? വാറിൻ്റെ സമയത്ത് മലകളിലും ഹിമാലയ സാനുക്കളിലൊക്കെ പാറ്റൻ ടാങ്ക് കേടാവും. ഇതിനെ എടുത്തു പൊക്കി കൊണ്ടുവരാൻ വേണ്ടിയുള്ളതാ. സ്തോത്രം. ഭാരമേറിയ മിലിറ്ററിയുടെ കണക്കൂടി ഭാരമേറിയ ടാങ്ക് കൊണ്ടുവരാൻ ശക്തിമാൻ മതിയെങ്കിൽ നിന്റെ ഭാരമേറിയ വിഷയത്തിന് ഓൾമൈറ്റി സർവശക്തിമാനുണ്ട്.
ഇന്ന് പകലൊന്ന് വിശ്വസിച്ച് പോണം. ഹല്ലേലൂയ. ദൈവത്തിന് ഒരു കാര്യവും വലുതാണോ? അല്ലെന്നേ. മരിച്ച ശരീരത്തിന്റെ ചൂട് മാറിയില്ല. ബാലേ എഴുന്നേൽക്ക. മരിച്ച് അല്ലെന്നേ, കേക്ക്, മഞ്ചം കൊണ്ടുപോകുക. നാളൊന്നും ആയില്ല, മിക്കവാറും അടുത്ത ദിവസമായിരിക്കും. മഞ്ചം കൊണ്ടുപോകുക. യുവാവേ എഴുന്നേൽക്ക. 4 ദിവസമായി. ലാസറേ എഴുന്നേൽക്ക. ഞങ്ങളാണെങ്കിൽ ഒന്നാമത്തെ വീഴത്തിന് 21 ദിവസം, രണ്ടാമത്തത് 40, പിന്നെ ബൈബിളിലില്ലെങ്കിൽ 41 അടുത്തതിന്. ഉപവസിച്ചാണ് നേടാമെന്നൊന്നും ആരും വിചാരിക്കരുത്. ഹലോ, പാഷ ഉപാസന എതിരൊന്നുമല്ല. ഞാൻ ഉപവസിക്കുന്ന ആളാ. ഒരു വിഷയം വരുമ്പോൾ അതിന് മാത്രം ഉപവസിക്കുന്നവനെ ദൈവം കൺസിഡർ ചെയ്യത്തില്ല. അതിന് ഉദാഹരണമാ ദാനിയേൽ. പതിവ് വിഷയമുണ്ടായാലും ഇല്ലെങ്കിലും കിളിവാതിൽ തുറന്നിട്ട് യെരൂശലേമിനെ ലക്ഷ്യം ചെയ്ത് പ്രാർത്ഥിക്കുക. അത് പഴയ നിയമ ഭക്തൻ. നമുക്കൊരു വാതിലില്ലേ? കൃപയുടെ വാതിൽ തുറന്ന് അങ്ങോട്ടൊക്കെ നോക്കിക്കോ. സ്തോത്രം. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുക, സമയം പോകുന്നത് 5 മിനിറ്റോടെ ഉള്ളൂ. അപ്പോൾ അത്യുന്നതനായ ദൈവം, അത് നമ്മുടെ വിഷയം. ഇവനെ കണ്ട ഉടനെ അവൻ്റെ പ്രതികരണം എന്തുവാ? അപ്പം എന്തിനാ വീണ്ടും പറയാൻ കാരണം? ഇടയ്ക്ക് കളങ്കമൊക്കെ വന്നു. മനുഷ്യൻ തരം താഴ്ത്തുമെങ്കിൽ ദൈവം തരം താഴ്ത്തില്ല കേട്ടോ. ദൈവം വീണ്ടും ഉദ്ധരിക്കുന്ന ദൈവമാണ്. അവർ ഗോഡ് ഇസ് എ ഗോഡ് ഓഫ് റെസ്റ്റോറേഷൻ. അല്പമൊക്കെ മിണ്ടാതിരിക്കുമെന്നേ ഉള്ളൂ, പക്ഷെ മടങ്ങി വരും. ഹല്ലേലൂയ. എൻ്റെ മുൻപിൽ, കാരണം എൻ്റെ സമയമായി. ഞാൻ നിന്നോട് പറഞ്ഞ വാഗ്ദത്തം ഇന്ന് പകൽ ഞാൻ വ്യക്തമായിട്ട് പറയാം. സഭയോടും വ്യക്തിയോട് പറയുക, ദൈവം പറഞ്ഞ വാഗ്ദത്തം എന്നോട് പറഞ്ഞത്, എൻ്റെ തലമുറയോട് പറഞ്ഞത്, എൻ്റെ സഭയോട് പറഞ്ഞത്. ഈ വാഗ്ദത്തം എന്ന് പറയുന്നത് നല്ല ജോലി കിട്ടി, അത് കിട്ടി, കഴിഞ്ഞ ദിവസം ഞാൻ നാട്ടിൽ നിന്നപ്പോഴേ ഒരു ഭാഷ വന്നതിൻ്റെ അടുത്ത്. പക്ഷേ എന്നോട് ദൈവത്തിനൊരു വാഗ്ദത്തമുണ്ട്. ഞാൻ പ്രൈസ് ദി ലോർഡ്. അത് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞാൽ ഞാൻ അമേരിക്ക പോകുന്നു. ഞാൻ പറഞ്ഞു പോയോ? ഇല്ല, അതിനുവേണ്ടിയാണ് വന്നിരിക്കുന്നത്. അത് 3 പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ പാസ്റ്ററുടെ കാര്യമായി പറഞ്ഞത്, നിങ്ങളുടെ കാര്യമൊന്നുമല്ല. ഞാൻ പറഞ്ഞ പാസ്റ്റേ, ദൈവം പറയുന്നത് മെറ്റീരിയൽ ആണെന്ന് വിചാരിക്കരുത്. അമേരിക്ക പോയി, ഇവിടെ പോയി, ഞാൻ തുറന്നങ്ങ് പറഞ്ഞു. ആ പാസ്റ്റർ പേര് ഞാൻ പറയത്തില്ല, ചിലർക്ക് അറിയാവുന്ന ഡൽഹിക്കാർക്ക് ഒരു പക്ഷേ. ഇതാണോ പ്രോമിസ് എന്ന് പറയുന്നത്? ദൈവം നിന്നെക്കുറിച്ച് തൻ്റെ മനസ്സിലുള്ള കാര്യം, ദൈവത്തിൻ്റെ പർപ്പസ് എന്നെക്കുറിച്ചുള്ളത്, അത് വെളിപ്പെടുത്തി തരുന്ന ആ പ്രോമിസ്. ഞാൻ പാലും തേനും ഒഴുകുന്ന ദേശം, അവിടെ നിങ്ങളെ കൊണ്ടുപോകും. ഞാൻ നിങ്ങൾക്കൂടെ നോക്കി വെച്ചിരിക്കും. ദൈവത്തിൻ്റെ പ്രോമിസാ അത്. പഴയ നിയമസഭയ്ക്ക് നമുക്കോ? നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. നിങ്ങളെ കുഴിയിൽ നിന്നും കുഴഞ്ഞിട്ട് നിങ്ങളെ വിടുവിച്ചതിൽ ഉദ്ദേശമുണ്ട്. നിത്യതയ്ക്ക് വേണ്ടിയാ ദൈവം തരുന്ന പ്രോമിസൊക്കെ അങ്ങ് കൊണ്ടെത്തിക്കുവാനുള്ള പ്രോമിസാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മറ്റെല്ലാം മെറ്റീരിയൽ തിങ്, ഡോണ്ട് വറി, അത് കുഴപ്പമില്ല, ദൈവം തരും, അതല്ല വിഷയം. അതെല്ലാം കിട്ടിയിട്ടും ആത്മീയം പോയെങ്കിലോ? സ്തോത്രം. അടുത്ത്, അന്ന് തന്നെ
ആയിട്ട് വായിക്കണ്ട, ഞാനങ്ങ് പറഞ്ഞു വിടാം. 23, 12, 23. ആ ആ ആ പരിച്ഛേദന അന്ന് തന്നെ എന്ന് ഇവൻ സർവശക്തനായ ദൈവമാണെന്ന് അറിഞ്ഞ അന്ന് എൻ്റെ മാനുഷികമായ കരം കൊണ്ട് കഴിവ് കൊണ്ട് സാധിക്കത്തില്ലെന്ന് മനസ്സിലായെന്ന്. എന്താ ഈ പരിച്ഛേദന? പുതുനിയമത്തിൽ പരിചയത്തിൽ 3:3 ഫിലിപ്പിയർ, അതെ ഫിലിപ്പിയാന്ന് തോന്നുന്നു, ഫിലിപ്പിയർ 3:3. പെട്ടെന്ന് വായിക്കണേ. നാമല്ലയോ അടുത്ത് ആരാധിക്കാൻ പഠിച്ചെന്നേ. മനസ്സിലായില്ല. സർവശക്തനെ കണ്ടപ്പോൾ എന്തോ പഠിച്ചു? ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്നവർ. ഇതാ പരിശോധനക്കാർ. ഇതെപ്പോഴാ മനസ്സിലായത്? സർവശക്തനാണ്, എൻ്റെ സ്വയത്തിൽ എനിക്ക് ആശ്രയിക്കരുത്, പറ്റിയ കുഴപ്പം മനസ്സിലായി. അന്ന് തന്നെ ചരിത്രം മാറ്റി എഴുതുന്ന സംഭവം അത്. ജഡത്തിൽ ഞാൻ ആശ്രയിക്കയില്ല. ഇന്നൊന്ന് പറയാമോ, കർത്താവേ ഞാൻ ഇനി ജഡത്തിൽ ആശ്രയിക്കയില്ല. അടുത്ത് ആത്മാവ് കൊണ്ട് ആരാധിക്കും. നമ്മൾ ചുമ്മാതെ ഉള്ള പാട്ടുപാടി പോകുന്നവരല്ല, ആത്മാവ് കൊണ്ട് ആരാധിക്കുന്നവരായിരിക്കണം. ഒന്നുകൊണ്ട് ഇടയ്ക്ക് എന്തുവായിരുന്നു? പ്രശംസിക്കുന്ന ആരില്ല, വെല്ലം ഉണ്ടെങ്കിൽ അമലിൽ പ്രശംസിക്കണം. സ്വയം പുകഴ്ച പാടില്ല, അവന് മഹത്വം കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. അവിടെ സംഭവിച്ചറിയാമോ? രണ്ടുപേരുടെയും പേര് മാറി. അബ്രാം വിശ്വാസികളുടെ പിതാവായി ചരിത്രം മാറ്റി എഴുതിയെന്നേ. അപ്പൊ അറിയേണ്ടവനെ അറിയേണ്ടതും അറിയാൻ നമ്മുടെയും ചരിത്രം മാറ്റുമെന്നല്ലേ അർത്ഥം? സാറാമ്മച്ചിയുടെ പേര് മാറി, സാറാന്നാക്കി. ഇവിടെയുണ്ട് സാറാമാര്. പ്രൈസ് ദി ലോർഡ്. ഒരു സ്വതന്ത്രം പറയാമോ? ആൻഡ് ദി ലാസ്റ്റ് വൺ, 21 നിത്യനായ ദൈവം, എറ്റേണൽ ഓർ എവർലാസ്റ്റിംഗ് ഗോഡ്. പഞ്ചഗ്രന്ഥം എഴുതിയപ്പോൾ മോശയ്ക്ക് കിട്ടിയ ഒരു വെളിപ്പാടുണ്ട്. ആദിയിൽ 90-ാം സങ്കീർത്തനം തൻ്റെ സഹോദരൻ്റെ നിര്യാണത്തെങ്കിൽ വേറൊരു വെളിപ്പാട് കിട്ടി. അനാദിയിൽ, എവർലാസ്റ്റിംഗ് ടു എവർലാസ്റ്റിംഗ്, നിത്യദൈവം. കർത്താവിനെ സ്തുതിക്കണേ. അവിടെയും ഇത് അറിഞ്ഞുകൊണ്ടേ ആരാധന. ഈ ദൈവത്തെ അറിയുമ്പോൾ ഈ ആരാധിക്കാനൊന്നും പറയൊന്നും വേണ്ട. പറഞ്ഞു മനസ്സിലായോ? നിങ്ങൾ കൈയൊന്നും അടിച്ചേ, ഒന്ന് ആരാധിച്ചേ, ഒന്ന് പാടിക്കേ, ഒന്ന് തുതിച്ചേ. ഇതാരും പറയാൻ, അറിയേണ്ടവനെ അറിയേണ്ടതുപോലെ അറിഞ്ഞാൽ മതി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇനി എൻ്റെ പ്രസംഗം കഴിയണമെങ്കിൽ രണ്ടാമത്തെ വാക്യം കൂടെ പറയണം. ഒന്നാമത്തെ എന്ത് വരുന്നു? തേജോമയനായ ദൈവം. 2, അത്യുന്നതനായ ദൈവം. 3, 4, പുതുനിയമത്തിലെ ഭക്തൻ പറയാ, ഇതെല്ലാം കൂടെ ചേർന്ന ഒരുവൻ, ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി ഒരുവനിൽ വസിക്കുന്നു. ഞാൻ അവനെ വിശ്വസിക്കുന്നു, ഞാൻ അറിയുന്നു. ഒരു നല്ല സ്വന്തം പറയാമോ? മകനെ തിമോത്തി, നീ അതും ഇതും കണ്ട് ഓടരുത്. ഞാൻ നിന്നെ ഏൽപ്പിയ സഭയിൽ നിൽക്കണം.
ഞാനൊരു കാര്യം നിന്നോട് പറയാം, ഞാൻ ആരെയാ വിശ്വസിച്ച് എനിക്കറിയാം. അവൻ എൻ്റെ ഉപനിധിയെ, മലയാളത്തിൽ ഉപനിധി കമ്മിറ്റ്മെന്റ്, സമർപ്പണം, ട്രസ്റ്റിംഗ്, അങ്ങനെ ഇംഗ്ലീഷ് ഇരിക്കുന്നല്ലയോ? കമ്മിറ്റഡ് അങ്ങനല്ല ഭാഷ, എൻട്രസ്റ്റഡ്, മറ്റേ കമ്മിറ്റ്മെന്റ്. എൻ്റെ സമർപ്പണത്തെ എന്ന് പറക്കാക്കും ആ ദിവസം വരെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അവസാനം പറയുക, എനിക്ക് അവനെ നേടണം, എനിക്ക് അവനിൽ ഇരിക്കണം, എനിക്ക് അവനെ അറിയണം. എന്താ കാര്യം? ഇങ്ങനെ പല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള നമുക്കത് ആവശ്യമാണോ? എല്ലാം ഉപേക്ഷിക്കാൻ കാരണം ഈ 4 സ്വഭാവ ഗുണമുള്ള ഒരുവൻ ക്രിസ്തുവിലുണ്ട്. ദേഹരൂപമായി വസിക്കുന്നവനെ ഞാൻ അറിഞ്ഞപ്പോൾ ഞാൻ ആരെ വിശ്വസിക്കുമെന്ന് ഞാൻ അറിയുന്നു. ദൈവത്തെ അറിഞ്ഞ ജനം. അവൻ പറയുക, ഞാനല്ല ചവറെന്നും ചപ്പെന്നും കണ്ടെന്ന്, കാരണം എനിക്ക് മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം വേണം. അതെന്ത് സംഭവിക്കും? ജീവനായ ക്രിസ്തു ഒന്നും കേൾക്കാമോ? ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ ആ പാട്ട് ഏതായിരുന്നു? ഇത്ര നല്ലവനാ പ്രിയനേ, ചേർത്ത് പറ. ഇത്രയിൽ രുചിച്ചറിവാൻ ഇത്ര നല്ലവനാ പ്രിയനേ, ഇത്രയിൽ രുചിച്ചറിവാൻ ഇടയായതിനാലൊടുവിൽ വരെയും ഇനി എനിക്കെന്നും താൻ മതിയാ. ഇടയായതിനാൽ ഒരുവിൽ വരെയും ഇനി എനിക്കെന്നും താൻ മതിയാ. എന്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും, എന്റെ സങ്കേതവും ഏറ്റവും അടുത്ത തുണയും, ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും എൻ ദൈവമത്രേ. ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും എൻ ദൈവമത്രേ. ഉയരുൾ തിങ്ങിടും പാതകളിൽ, കരൽ വിങ്ങിടും വേളകളിൽ, ഇരുൾ തിങ്ങിടും പാതകളിൽ, കരൽ വിങ്ങിടും വേളകളിൽ, അരികിൽ വരുവാൻ കൃപകൾ തരുവാൻ ആരുമില്ലിതുപോലൊരുവൻ. അരികിൽ വരുവാൻ കൃപകൾ തരുവാൻ ആരുമില്ലിതുപോലൊരുവൻ. എന്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും, ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും എൻ ദൈവമത്രേ. ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും എൻ ദൈവമത്രേ. ഓ, എല്ലാ ഭാരങ്ങളും ചുമക്കും, എന്നും താങ്ങി എന്നെ നടത്തും. എല്ലാ ഭാരങ്ങളും ചുമക്കും, എന്നും താങ്ങി എന്നെ നടത്തും. കർത്തൻ തൻ കരത്താൽ കണ്ണുനീർ തുടയ്ക്കും, കാത്തുപാലിക്കും എന്നെ നിത്യം. കർത്തൻ തൻ കരത്താൽ കണ്ണുനീർ തുടയ്ക്കും, കാത്തുപാലിക്കും
വന്നിടും ഞാൻ. പുത്തനാം ഭവനം എത്തി വിശ്രമിപ്പാൻ ആശയോടെ ഞാൻ കാത്തിരുന്നു. പുത്തനാം ഭവനം എത്തി വിശ്രമിപ്പാൻ ആശയോടെ ഞാൻ കാത്തിരിക്കുന്നു. ഓ പുത്തനാം ഭവനം എത്തി വിശ്രമിപ്പാൻ ആശയോടെ. ഹല്ലേലൂയ. ഓ പുത്തനാം ഭവനം എത്തി ആശയോടെ ഞാൻ കാത്തിരിക്കുന്നു. ഹല്ലേലൂയ. Praise the Lord. Thank you, Lord. Thank you, Jesus.